ലോകത്തെവിടെയും നഴ്സുമാരെ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ നഴ്സുമാരെയാണ്. അത് കേവലം സ്കില്ല് കൊണ്ട് മാത്രം, പഠനം കൊണ്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ടോ മാത്രം നേടാൻ കഴിയുന്ന ഒരു വിദ്യയല്ല. മാനുഷികമായ മൂല്യങ്ങൾ ഏറ്റവും നന്നായി പേറുന്ന ഒരു തൊഴിൽ മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നഴ്സിംഗ് മേഖലയാണ്. നേട്ടങ്ങളുടെ പട്ടികയെല്ലാം തൻ്റെ പേരിൽ എഴുതി ചേർക്കാനും കോട്ടങ്ങളുണ്ടായാൽ അതേസമയം നിർദാരുണ്യം തള്ളിപ്പറയുന്ന കരുണയില്ലാത്ത ഹൃദയമാണ് ആരോഗ്യമന്ത്രിക്കുള്ളത് എന്ന് പലയാവർത്തി അവർ നമ്മളോട് തെളിയിച്ചിട്ടുണ്ട്. KSUക്കാരുടെ മുദ്രാവാക്യത്തിന് മുമ്പിൽ നിങ്ങൾ കഴുത്തുളുക്കി ഐസിയുലായെങ്കിൽ ഈ സമരത്തിന് മുമ്പിൽ നിങ്ങൾ നടുവൊടിഞ്ഞ് വെന്റിലേറ്ററിലാകുന്ന സ്ഥിതി നിങ്ങൾക്കുണ്ടാകും. നമസ്കാരം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ സമരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. 40,000 രൂപ മിനിമം വേതനം നൽകണം എന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഉൾപ്പെടെ സമരം കടുത്തിരുന്നു. അത് ഇന്നലെ തലസ്ഥാനത്തേക്കും എത്തിയിരിക്കുന്നു. ഇന്നലെ തലസ്ഥാനത്തെ മാനവീയം വീതിയിൽ നടന്ന പരിപാടിയിൽ വളരെ വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. BJP, കോൺഗ്രസ് എന്നിങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ രീതിയിലുള്ള പിന്തുണയും നിലവിലിപ്പോൾ ഈ ഒരു സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമരവേദിയിൽ കോൺഗ്രസ് നേതാവായ ശ്രീ മാത്യു കുഴൽനാടൻ സംസാരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ സമരത്തിന് വരാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ വരണമെന്ന് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും ഒറ്റ കാര്യം കൊണ്ടാണ്. നമ്മൾ കേരളത്തിലെ നഴ്സുമാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നിയൊരു കാര്യം, ഒരിക്കൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ച ഒരു വിഷയമാണ്. അദ്ദേഹം ഗൾഫ് രാജ്യത്ത് പോയപ്പോൾ അവിടുത്തെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ആശുപത്രിയുടെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് ആശുപത്രിയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ ആ ഇടെ അദ്ദേഹം കൊണ്ടുവന്ന ഏതാണ്ട് 32 കോടി രൂപയോളം വില വരുന്ന പുതിയൊരു മെഷീനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇത് ലോകത്ത് ആകെ 4 അടുത്ത് മാത്രമാണ് ഉള്ളത്, ഞങ്ങളത് പ്രൊക്വയർ ചെയ്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്രയും അത്യാധുനികമായ സൗകര്യങ്ങൾ ഈ ആശുപത്രിയിലുണ്ട് എന്ന് പറഞ്ഞ് 1 by 1 ആയിട്ട് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ ലോകത്ത് 4 ഇടത്ത് മാത്രമുള്ള ഈ മെഷീൻ കൊണ്ടുവന്നപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ ആശുപത്രിയുടെ വിജയരഹസ്യം എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആശുപത്രിയുടെ മികച്ച ശാസ്ത്ര സാങ്കേതിക ആധുനിക സൗകര്യങ്ങളുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ വിജയരഹസ്യം എന്ന് പറയുന്നത് ഈ ആശുപത്രിയുടെ ഒരു ഹാർട്ടുണ്ട്. ആ ഹാർട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നിരുന്ന കുറേ നഴ്സുമാരെ വിളിച്ചു. അതിൽ മഹാഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി അഭിമാനത്തോടു കൂടി പറഞ്ഞത് ഞാൻ എൻ്റെ കാതിൽ കേട്ടതാണ്. ഞാൻ പറയുന്നു, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പേര്, സൽപ്പേര് ഭൂഖണ്ഡങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒരുപാട് പേർക്ക് കേരളത്തോട് സ്നേഹവും കേരളത്തോട് താല്പര്യവും ഇഷ്ടവും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ ആതുര സേവന രംഗത്ത് നഴ്സിംഗ് മേഖലയിൽ നമ്മൾ കൈവരിച്ച ഭയങ്കരമായ ഒരു അപ്പർ ഹാൻഡ്. ലോകത്തെവിടെയും നഴ്സുമാരെ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ നഴ്സുമാരെയാണ്. അത് കേവലം സ്കില്ല് കൊണ്ട് മാത്രം, പഠനം കൊണ്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ടോ മാത്രം നേടാൻ കഴിയുന്ന ഒരു വിദ്യയല്ല. ഞാനൊരു അഭിഭാഷകനാണ്. ഒരു അഭിഭാഷകനിൽ കേസ് വാദിക്കുമ്പോൾ നമ്മൾ കേസ് നന്നായി പഠിച്ച് നിയമവശങ്ങൾ പഠിച്ച് കോടതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഒരു അഭിഭാഷകൻ്റേത്. പക്ഷേ ഒരു നേഴ്സിൻ്റെ സ്കില്ലെന്ന് പറയുന്നത് അവരുടെ ജോലിയിലുള്ള വൈഭവം മാത്രമല്ല, അതിലൊരുപാട് അനുകമ്പ ഉണ്ടാകണം, അതിലൊരുപാട് ഹൃദയത്തെ വിശാലത ഉണ്ടാകണം, അതിലൊരുപാട് ആർദ്രത ഉണ്ടാകണം, അതിലൊരുപാട് സ്നേഹം ഉണ്ടാകണം. മാനുഷികമായ മൂല്യങ്ങൾ ഏറ്റവും നന്നായി പേറുന്ന ഒരു തൊഴിൽ മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നഴ്സിംഗ് മേഖലയാണ്. അതുകൊണ്ട് ഇത്രയേറെ ശാന്തതയോട് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഇത്രയും സഹനമായ ഒരു സമരത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിലയിലേക്ക് സർക്കാർ നിങ്ങളെ തെരുവിൽ ഇറക്കിയതിന് ആ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരണമെന്ന് ആഗ്രഹിച്ച് മാത്രമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി നിയമസഭയിലുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ സമരത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആരോഗ്യമന്ത്രി ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു അവർ നിയമസഭയിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന നേട്ടങ്ങളെ വലിയ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും കൂടി അത് തൻ്റെ പേരിൽ എഴുതി ചേർക്കാൻ വേണ്ടി പാടുപെടുന്ന ഈ പറയുന്ന ആരോഗ്യമന്ത്രി ഞാൻ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ നിലയിൽ
ആരോഗ്യ മേഖലയിൽ പ്രശ്നമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, ഒരു വീഴ്ചയുണ്ടായാൽ അപ്പോൾ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പൊതുമാധ്യമങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ആരോഗ്യമന്ത്രിയാണോ ഇതിന് ഉത്തരം പറയേണ്ടത്? നേട്ടങ്ങളുടെ പട്ടികയെല്ലാം തന്റെ പേരിൽ എഴുതി ചേർക്കാനും കോട്ടങ്ങളുണ്ടായാൽ അതേസമയം നിർദാരുണ്യം തള്ളിപ്പറയുന്ന കരുണയില്ലാത്ത ഹൃദയമാണ് ആരോഗ്യമന്ത്രിക്കുള്ളത് എന്ന് പലയാവർത്തി അവർ നമ്മളോട് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു കുറവുമില്ല. കഴിഞ്ഞ ദിവസം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കഴിഞ്ഞ ദിവസം KSUക്കാരായിട്ടുള്ള കുട്ടികൾ, ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, കോളേജിൽ പഠിക്കുന്ന 17, 18 അല്ലെങ്കിൽ 16, 17, 18 വയസ്സുള്ള കുട്ടികൾ 4 പേര് ഒരു മുദ്രാവാക്യം വിളിച്ച് കറുത്ത കൊടി കൂശി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോ അവരാദ്യം ഒരു വലിയ വെല്ലുവിളിയുടെ സ്വരത്തിൽ ആരടാ എന്തടാ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ കണ്ടു. പോലീസിന്റെ അകമ്പടിയോടുകൂടി നിൽക്കുന്ന മന്ത്രി 4 കുട്ടികളുടെ മുമ്പിൽ അഹങ്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും ഭാഷയിൽ, ശരീരഭാഷയിൽ അടുത്തേക്ക് ചെന്നപ്പോ ഉച്ചത്തിൽ KSUക്കാർ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ മാത്രം കഴുത്തുളുക്കി ആസ്പത്രിയിലായ ആരോഗ്യമന്ത്രിക്ക് ഈ സമരത്തെ താങ്ങാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകില്ല എന്ന് നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KSUക്കാരുടെ മുദ്രാവാക്യത്തിന് മുമ്പിൽ നിങ്ങൾ കഴുത്തുളുക്കി ഐസിയുലായെങ്കിൽ ഈ സമരത്തിന് മുമ്പിൽ നിങ്ങൾ നടുവൊടിഞ്ഞ് വെന്റിലേറ്ററിലാകുന്ന സ്ഥിതി നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അന്നേരം നിങ്ങളെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ഉണ്ടാകില്ല. ഇത് ആരോഗ്യ മേഖലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിയാണെങ്കിൽ അവർക്കാണ് ഉറക്കം നഷ്ടപ്പെടേണ്ടത്. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് രോഗികൾ കിടപ്പ് രോഗികളായിരിക്കും, അല്ലെങ്കിൽ ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോ അവരെ ശുശ്രൂഷിക്കേണ്ടവർ ആയിരക്കണക്കിന്, 10,000-കണക്കിന് നഴ്സുമാർ ഇന്ന് തെരുവിൽ സമരം ചെയ്യുമ്പോ അതിനെ ലാഘവത്തോട് കാണുന്ന ഒരാരോഗ്യമന്ത്രി ഈ നാടിന് അപമാനമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. അതിന് യോജിച്ച് നമുക്ക് പോരാടണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിൽ ജനാധിപത്യപരമായ ഒരു സർക്കാർ ഉണ്ടാകും. ജനകീയമായി ചിന്തിക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനകീയ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDFന്റെ ഒരു സർക്കാർ രൂപീകരണമാകാൻ കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടായെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ആ സമയത്ത് അധികാരത്തിലേറുന്നവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു അനുജനായി, നിങ്ങളുടെ ഒരു മകനായി നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഐതിഹാസികമായ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.